ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമിഴ്നാട്ടിൽ കണ്ട തീർത്ഥമുണ്ടാക്കുവാൻ ചൊല്ലേണ്ട കുഞ്ഞു മന്ത്രത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അതായത് ക്ഷേത്രത്തിനടുത്തൊന്നും വീടുകളില്ല, ഫ്ലാറ്റുകളിലാണ്, വിദേശത്താണ് താമസിക്കുന്നതെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന സമയമുണ്ടല്ലോ, അതായത് നമ്മൾ പൊങ്കാല അർപ്പിക്കാറുണ്ട് വീടുകളിൽ, അല്ലെങ്കിൽ ബലി തർപ്പണം ചെയ്യുന്നു, അതല്ലെങ്കിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു. ഈ സമയത്തൊക്കെ നമുക്ക് തീർത്ഥജലത്തിൻ്റെ ആവശ്യമുണ്ടാവും അല്ലേ? ആ ഒരു സമയത്ത് നമുക്ക് തന്നെ വീടുകളിൽ തീർത്ഥമുണ്ടാക്കുവാൻ ചൊല്ലേണ്ട കുഞ്ഞു മന്ത്രത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വീടുകളിൽ കിണറുണ്ടെങ്കിൽ കിണറിൽ നിന്ന് വെള്ളം കോരിയെടുത്തോളൂ. കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധമായി, അതെല്ലാം പൈപ്പ് ജലമാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അതെടുത്താലും മതി. ശുദ്ധമായിട്ട് ആ വെള്ളം എടുക്കുക. അത് കഴിഞ്ഞിട്ട് ശുദ്ധമായ പാത്രത്തിലേക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് കിഴക്കു ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ഈ മന്ത്രം ചൊല്ലിയാൽ മതി. ഇനി മന്ത്രം പറയാം. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഒന്നുകൂടി പറയാം. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഈ ജലം ഞാൻ തീർത്ഥമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു, ഇത് തീർത്ഥജലമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ മാത്രം മതി കേട്ടോ. പറ്റുമെങ്കിൽ തുളസിയില ഇട്ടോളൂ. ഇനി തുളസിയിലയും കിട്ടാത്തവർക്ക് ഒരു പ്രശ്നം വേണ്ട, ആ ജലം തീർത്ഥമായിട്ട് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ മന്ത്രം, കുഞ്ഞു മന്ത്രമാണ്, എല്ലാവരും ചെയ്തോളൂ. ഇനി തീർത്ഥമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു വിഷമവും വേണ്ട, ആ ജലം നമുക്ക് സേവിക്കാവുന്നതാണ്, അത് തീർത്ഥമായിട്ട് കഴിഞ്ഞു. ഇനി അതുമില്ലെങ്കിൽ ഗംഗാദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ജലം ഗംഗാജലമായി എന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ മന്ത്രം ചൊല്ലാൻ കഴിയാത്തവർക്ക് ഒരു പ്രശ്നമില്ല, ഗംഗാദേവിയെ ഒന്ന് മനസ്സിൽ കണ്ടാൽ മാത്രം മതി. എന്നിട്ട് ആ മന്ത്രം പറഞ്ഞാൽ മതി, ഈ ജലം ഗംഗാജലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അതല്ല, ഈ മന്ത്രമൊക്കെ ചൊല്ലാൻ കഴിയുന്നവരാണെങ്കിൽ അത് ചൊല്ലിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പ്രിയപ്പെട്ട പ്രേക്ഷകർ ചെയ്തോളൂ. ഇനി തീർത്ഥമില്ലാഞ്ഞിട്ട് ഒരു വിഷമവും വേണ്ട, നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്